ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പുതുതായി ഏർപ്പെടുത്തിയ ബാർകോഡഡ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷാ സമ്പ്രദായത്തിൽ ഒരു നൂതന രീതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ബാർകോഡ് സിസ്റ്റം എനേബിൾഡ് എക്സാമിനേഷൻ. അതെങ്ങനെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും നമുക്ക് മനസ്സിലാക്കാം. പുതിയ തരത്തിലുള്ള ആൻസർ ഷീറ്റാണ് നമുക്ക് തരിക. ഈ ആൻസർ ഷീറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് എഴുതിയതിൻ്റെ ഏറ്റവും വലതുഭാഗത്തായിട്ട് മുകളിൽ ഒരു ബോക്സ് കാണാം. താഴെ നമുക്ക് ലഭിക്കുന്ന മാർക്ക് രേഖപ്പെടുത്താനുള്ള ഇടമാണ്. അതിനും താഴെ സാധാരണയായി നമ്മൾ ചെയ്തു പോരുന്ന നമ്മുടെ എക്സാമിനേഷൻ്റെ പേര്, സബ്ജക്റ്റ്, ഡേറ്റ്, ക്വസ്റ്റ്യൻ കോഡ് തുടങ്ങിയ കാര്യങ്ങൾ. ഏറ്റവും അവസാനം ഒഫീഷ്യൽ യൂസിനായിട്ടുള്ള ഒരു ഏരിയയുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ ഒന്നും എഴുതേണ്ടതില്ല. ഈ ബുക്ക്ലെറ്റ് നമുക്ക് കിട്ടിയാൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് 32 പേജുകൾ അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റ് തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നിശ്ചിത പേജുകൾ ഇല്ലാത്ത ഒരു ബുക്ക്ലെറ്റോ അല്ലെങ്കിൽ മറ്റ് ഡിഫക്റ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കാൻ, അതേപോലെ പകരമൊന്ന് വാങ്ങുകയും ചെയ്യണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ 2ാം പേജിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ബുക്ക്ലെറ്റിൻ്റെ 2ാം പേജിൽ വിശദമായ നിർദ്ദേശങ്ങളുണ്ട്. പരീക്ഷാർത്ഥിക്ക് അത് വായിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരീക്ഷയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ 1ാമത്തെ പേജിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ആ പേജിൽ അതിൻ്റെ 1ാമത്തെ പേജിലെ അവസാനത്തെ ഭാഗത്ത് പരീക്ഷയുടെ പേര്, സബ്ജക്റ്റിൻ്റെ പേര്, ഡേറ്റ്, ക്വസ്റ്റ്യൻ്റെ കോഡ് തുടങ്ങിയവ ഉപയോഗിക്കാനുള്ള ഇടമാണ്. എന്നിട്ട് നമ്മൾ എക്സാമിനേഷൻ എഴുതുന്ന മുറയ്ക്ക് ഇൻവിജിലേറ്റർ നമ്മുടെ അടുക്കൽ ഒരു ബുക്ക്ലെറ്റുമായിട്ട് വരും. അത് രജിസ്റ്റർ നമ്പേർഡ് ബാർകോഡ് ബുക്ക് എന്നാണ് അതിൻ്റെ പേര്, RNBB. ഭാവിയിൽ RNBBയിൽ ഒപ്പിടുക എന്നാണ് നമ്മളോട് പറയുക. RNBBയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു കോളത്തിൽ നമ്മുടെ ഒപ്പ് രേഖപ്പെടുത്താൻ ഉണ്ട്. അവിടെ നമ്മൾ ഒപ്പ് രേഖപ്പെടുത്താൻ ആ രജിസ്റ്ററുമായി ഇൻവിജിലേറ്റർ നമ്മളെ സമീപിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പറിന് നേരെ ഉള്ള ആ കോളത്തിൽ ഒപ്പുവെക്കൽ അത്യാവശ്യമാണ്. ഒപ്പുവെച്ച ശേഷം 3 ബാർകോഡുകൾ കാണാം. ആദ്യത്തെ പ്രിൻ്റഡ് ബാർകോഡാണ്. അവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. 2ാമത്തെ ഒരു ബാർകോഡ് ഒരു സ്റ്റിക്കറാണ്. അത് പറിച്ചെടുക്കുക. നമ്മുടെ രജിസ്റ്റർ നമ്പറിന് നേരെയുള്ള ഈ 2ാമത്തെ സ്റ്റിക്കർ ലേബിൾ ശ്രദ്ധാപൂർവം പറിച്ചെടുത്തിട്ട് അത് നമ്മുടെ ബുക്ക്ലെറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ ടോപ്പ് റൈറ്റിൽ കാണുന്ന ബോക്സിൽ ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഒട്ടിക്കുമ്പോഴും പറിച്ചെടുക്കുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അത് കീറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ബോക്സിലാണ് നമ്മൾ അത് ഒട്ടിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് 2ാമത്തെ ഒരു ബാർകോഡ് ലേബിൾ പശ ഒട്ടിച്ചത് കാണാം. അതും പറിച്ചെടുക്കുക. അത് പറിച്ചെടുത്ത് നമ്മുടെ ബുക്ക്ലെറ്റിൻ്റെ 3ാമത്തെ പേജിലെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് കാണുന്ന ബോക്സിൽ ഒട്ടിക്കുകയാണ് വേണ്ടത്. ഈ സ്ഥലത്താണ് അത് ഒട്ടിക്കേണ്ടത്. പേജ് നമ്പർ 3ാം പേജിലാണ് ഇത് കാണുന്നത്. ഇവിടെ ഈ പരീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇതുവരെ നടന്ന എക്സാമിനേഷനെ പോലെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു സ്ഥലത്തും ഈ ബുക്ക്ലെറ്റിൻ്റെ ഒരിടത്തും നമ്മുടെ രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്താൻ പാടുള്ളതല്ല. നമ്മുടെ രജിസ്റ്റർ നമ്പർ ഈ ബാർകോഡ് മുഖേന നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാ സിസ്റ്റത്തിലേക്ക് ഓട്ടോമാറ്റിക്കായി സ്കാൻ ചെയ്യപ്പെടും. നമ്മൾ എവിടെയും രജിസ്റ്റർ നമ്പർ എഴുതേണ്ടതില്ല.
വളരെ ശ്രദ്ധിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, നമുക്ക് അഡീഷണൽ ഷീറ്റ് ലഭിക്കുകയില്ല എന്നതാണ്. മുൻ പരീക്ഷകളിൽ നമുക്ക് വേണ്ടുവോളം അഡീഷണൽ ഷീറ്റ് ആവശ്യപ്പെട്ട് ചോദിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ അഡീഷണൽ ഷീറ്റ് തീരെ ലഭിക്കുകയില്ല. നമുക്ക് ലഭിച്ച അഡീഷണൽ ഷീറ്റിൽ തന്നെ നമ്മുടെ ഉത്തരങ്ങൾ ഉൾപ്പെടുത്താൻ നിർബന്ധമാണ്. വേണ്ടത്ര അഡീഷണൽ ഷീറ്റ് ഉണ്ട്, 32 പേജ് ഉണ്ട്. എങ്കിലും നമുക്ക് അധികമായി ഷീറ്റ് ലഭിക്കുകയില്ല എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. കറുപ്പ് അല്ലെങ്കിൽ മറ്റൊരു പ്രധാന കാര്യമാണ്, നമ്മളുടെ രജിസ്റ്റർ നമ്പറിന് നേരെയുള്ള 2 ബാർകോഡുകളാണ് നാം പറിച്ച് ഒട്ടിക്കുന്നത് എന്ന് കൃത്യമായി ഉറപ്പുവരുത്തൽ ഏതൊരു പരീക്ഷാർത്ഥിയുടെയും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ ബാർകോഡ് നമ്മൾ പറിച്ച് ഒട്ടിക്കുന്നത് വഴി നമ്മളുടെ ആൻസർ ഷീറ്റ്, നമ്മൾ എഴുതിയ മാർക്ക് നമുക്ക് ലഭിക്കാതെ പോവുകയോ അസാധുവാകുകയോ ചെയ്യും. ഇത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മളുടെ ബാർകോഡ് തന്നെയാണ് നമ്മൾ പറിച്ച് ഒട്ടിക്കുന്നത് എന്ന്. ഈ ബാർകോഡ് ഒട്ടിക്കുന്ന ചുമതല ഇൻവിജിലേറ്റർക്കല്ല, തീർച്ചയായിട്ടും അതൊരു പരീക്ഷാർത്ഥിക്കാണ് അതിൻ്റെ ബാധ്യതയുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ബാർകോഡ് തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നീല കറുപ്പ് മഷി കൊണ്ടുള്ള പേനകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ എക്സാമിനേഷന് എന്നതാണ്. എല്ലാവർക്കും നല്ലൊരു എക്സാമിനേഷൻ ആശംസിച്ചുകൊണ്ട് താങ്ക് യു.